പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കല്യാണിയും ഒടുവിൽ നിർണായകമായ ആ ദിവസം വന്നെത്തിയതിലുള്ള സന്തോഷത്തിലാണ്. ഇനിയാണ് തിരിച്ചടികൾ ആരംഭിക്കുന്നത്. ഇത്രയും നാൾ പ്രകാശൻ ചെയ്തതിനെല്ലാം ഇനി മുതൽ പ്രകാശൻ അനുഭവിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാര്യങ്ങളെല്ലാം ഇനി കൃത്യമായി തന്നെ മുന്നിലേക്ക് കൊണ്ടുപോവുകയും വേണം എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അവർ ഇതേ തുടർന്ന് വിവാഹം നടത്തി കൊടുത്തിരിക്കുകയാണ്. മുഖം കാണാതെ താലി കെട്ടുന്ന പ്രകാശൻ ഇതേ തുടർന്ന് കല്യാണിയുടെയും കിരണിന്റെയും മുൻപിലേക്ക് കടന്നു വരുന്നു. എന്തടാ, ഈ വിവാഹം മുടങ്ങുമെന്നും അത് കാണാം എന്നു കരുതിയല്ലേടാ നീ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇതോടെ പ്രകാശനോട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്തിനാണ് വെറുതെ എൻ്റെ സമയം പാഴാക്കുന്നത് എന്ന് ചോദിക്കുകയും നിങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് വന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന പ്രകാശൻ, നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് അറിയാമടാ. എൻ്റെ കല്യാണം വീണ്ടും ഇവിടെ വെച്ച് മുടങ്ങും. അപ്പോഴും എന്നെ പരിഹസിക്കാം എന്നുള്ള ഉറപ്പ് നിനക്ക് ഉള്ളത് കൊണ്ടാണ് നീ ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ അതൊന്നും നടക്കില്ല മോനെ എന്ന് പറയുന്ന പ്രകാശൻ ഇതേ തുടർന്ന് പുച്ഛിച്ചു കൊണ്ടുപോകുന്നു. പക്ഷേ ഇതെല്ലാം കാണുന്ന കിരണും കല്യാണിയും ഇനിയാണ് പ്രകാശന്റെ തിരിച്ചടികൾ ആരംഭിക്കുന്നത് എന്നും അത് കണ്ട് രസിക്കുക തന്നെ വേണം എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് കല്യാണി പൊട്ടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നതും ചതി തിരിച്ചറിയുന്നതും പ്രകാശൻ. ഇതോടെ ഇനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു പോകുന്ന പ്രകാശൻ ഡിവോഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് വക്കീലിനെ കാണാൻ ചെന്നിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന വക്കീൽ, ഇന്നലെ വിവാഹം കഴിഞ്ഞ് ഇന്ന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടും. അതും ആദ്യം ഒരു തവണ ഡിവോഴ്സ് ചെയ്ത ഭാര്യയെ വീണ്ടും കല്യാണം കഴിച്ച നിങ്ങൾക്കെന്താ ഭ്രാന്താണോ എന്ന് പറയുകയും കോടതിയിൽ ചെന്നാൽ ശിക്ഷ ലഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെയാകും എന്ന് ഉറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ പ്രകാശനാകെ കുടുങ്ങിപ്പോയി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് പ്രകാശൻ തിരികെ എത്തിയതിനെ തുടർന്ന് പ്രകാശനോട്, എന്താ ഇനി എവിടെയെങ്കിലും പോയി കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ലക്ഷ്മി. മാത്രവുമല്ല, ഇനി മുതൽ വീട്ടിലെ ജോലികളെല്ലാം കൃത്യമായി ചെയ്തിരിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു. പണ്ട് എന്നോടും മോളോടും ചെയ്തതെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ലക്ഷ്മി അതിനെല്ലാം എണ്ണി എണ്ണി പ്രതികാരം ചെയ്യും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് മറുപടി ഇല്ലാത്ത അവസ്ഥയിൽ ചെന്നു നിൽക്കുകയാണ് പ്രകാശൻ. മാത്രവുമല്ല, ഇതേ തുടർന്ന് സ്വത്തുക്കളിൽ ഒരു രൂപ പോലും കിട്ടുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും നീ ഇനി മുതൽ എൻ്റെ അടിമയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ പ്രകാശന് രക്ഷപ്പെടാൻ പറ്റാത്ത സ്ഥിതിയാകുന്നു. ഇതേ സമയം അവിടേക്ക് കയറി വരുന്ന കാർത്തിക കിരണിനെയും കല്യാണിയെയും വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. മാത്രവുമല്ല, അവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കാനും ഉള്ള നിർദ്ദേശം നൽകുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു. ഇതോടെ വിക്രം ജയിലിലേക്ക് പോകുന്നതിനുള്ള വഴിയും താൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് കാർത്തിക അറിയിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.